എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച കർത്താവ് നമുക്ക് ദാനം തന്നു. ഈ ആഴ്ച പൂർത്തിയാകുന്നു. എന്നാൽ നമുക്ക് ഇന്നുള്ള ഈ സമയം കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമുക്ക് ചെയ്യാൻ കഴിയും. ഒരു സദൃശവാക്യം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. പറക്കുവാൻ ആരോടും അനുവാദം ചോദിക്കേണ്ട. ഒരു പക്ഷിയുടെ പടം കാണിച്ചിട്ടാണ് ആ സദൃശവാക്യം പറയുന്നത്. പറക്കുവാൻ നിങ്ങൾക്ക് ആരോടും അനുവാദം ചോദിക്കേണ്ട. ചിറകുകൾ നിങ്ങളുടേതാണ്, ആകാശം ആരുടെയും സ്വന്തവുമല്ല. ഈ രണ്ട് കാര്യങ്ങൾ ഉറപ്പാണെങ്കിൽ പറക്കാൻ ഇനി താമസിക്കരുത്. നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ ചിറകുകളുണ്ടോ? കർത്താവിനെ കാത്തിരുന്ന് ശക്തിയെ പുതുക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇനി ആരോടും ചോദിക്കേണ്ട, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പറക്കാം. ചിറകുകൾ നിങ്ങളുടേതാണെങ്കിൽ, ആകാശം ആരുടെ സ്വന്തമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറന്നുകൂടാ? ഈ ചോദ്യത്തിന് നാം നമ്മോട് തന്നെ മറുപടി പറയണം. എനിക്ക് ചിറകുണ്ട്, വിശ്വാസം, പ്രത്യാശ, ഇതെല്ലാം നമ്മുടെ ചിറകുകളാണ്. മുന്നോട്ട് കുതിക്കുവാനുള്ള ചിറക്. ഈ ചിറകുകളുള്ളവർക്ക്, വിശ്വാസവും പ്രതീക്ഷകളും ഉള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും പറക്കാം. ഒരു ദിവസം വരും. ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ ദാസന്മാർ, പ്രവാചകന്മാർ തലയിൽ കൈവച്ച് പറഞ്ഞിട്ടുണ്ട്. എത്ര പേര് പറഞ്ഞാലും നമ്മൾ പറക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് സ്വർഗം പറയുന്നു, ആകാശം എൻ്റേതാണ്, ചിറകുകൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, പറക്കുക. കർത്താവ് നമ്മെ നിർബന്ധിക്കുകയാണ്, ഉയരങ്ങളിൽ പറക്കുക. അതാണ് കർത്താവിന് ഇഷ്ടം. അതുകൊണ്ട് ആകാശത്ത് കഴുകന് വഴിവെച്ചിട്ടുണ്ടെന്ന് സദൃശവാക്യം 30 പറയുന്നത് പോലെ നമ്മുടെ വഴികളെല്ലാം ഉയരങ്ങളിലാണ്. താഴെ കിടന്ന് കഴുകൻ കോഴിയെപ്പോലെ മാന്തിയും ചിക്കിയും മണ്ണിനടിയിൽ ചികഞ്ഞു നോക്കിയാൽ കഴുകൻ്റെ വഴികൾ കാണാൻ കഴിയില്ല. കഴുകന് ദൈവം വഴിവെച്ചിരിക്കുന്നത് ആകാശത്തിലാണ്. അതുകൊണ്ട് ഉയരെ പറക്കുമ്പോൾ വഴികൾ തുറന്നു വരും. ഉയരെ പറക്കുമ്പോഴാണ് ഇവിടെ ആയിരുന്നല്ലേ എൻ്റെ വഴികൾ എന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും അറിയണം, നിങ്ങൾ ഉയരാൻ നിങ്ങൾ ശ്രമിച്ചാൽ, കുതിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, വിശ്വാസത്തിൽ പറക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ വഴികളെ കണ്ടുപിടിക്കും. നിങ്ങളുടെ വഴികൾ താഴെയല്ല, ഉയരങ്ങളിലാണ്. അത് വിശ്വസിക്കുക. ഇന്ന് നമ്മൾ റോമർ 5:1 മുതൽ നമുക്കൊന്ന് ധ്യാനിക്കാം. ഇതൊരു ബൈബിൾ ക്ലാസ്സോ ഗഹനമായ വചനവ്യാഖ്യാനമോ അല്ല. ഈ വചനഭാഗത്ത് കിടക്കുന്ന ദൈവത്തിൻ്റെ ആലോചനകൾ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചനകൾ, അതിൽ നിന്ന് നമ്മൾ പെറുക്കിയെടുക്കുകയാണ്. റോമർ 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, നീതീകരിക്കപ്പെട്ടവരാണ് നാം നീതിമാന്മാർ എന്ന പേരിലേക്ക് വന്നു. നമ്മുടെ അനീതിയെ ദൈവം തുടച്ചു മാറ്റി. ദൈവം അനീതികളെ മറന്നു. ജോസഫിന് സ്വന്തം ഭവനത്തെയും പിതൃഭവനങ്ങളെ ഒക്കെയും സഹോദരങ്ങളെയും അവർ ചെയ്തത് മറക്കുവാൻ കൃപ കൊടുത്ത ദൈവം ഇതാ നാം ചെയ്ത മുൻകഴിഞ്ഞ പാപങ്ങളെ ദൈവം മറന്നിരിക്കുന്നു. അങ്ങനെ സംഭവം ഉണ്ടായതായിട്ട് പോലും ദൈവത്തിന് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. കാരണം ദൈവത്തിനും നമുക്കും ഇടയിൽ ഒരു സംഭവം നടന്നു. ദൈവത്തിൻ്റെ ഓമനപുത്രനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ജീവൻ വെടിഞ്ഞ് ആ ജീവരക്തം കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങി. രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി. അടിമകൾ, പിശാചിൻ്റെ അടിമകളായിരുന്നവരെ
രാജാക്കന്മാരാക്കി, പിശാചിനാൽ ബന്ധിക്കപ്പെട്ടവരെ പുരോഹിതന്മാരാക്കി. പത്രോസ് അത് എടുത്തു പറയുന്നു, നിങ്ങളിപ്പോൾ രാജകീയ പുരോഹിത വർഗമാണ്. അങ്ങനെ ജനിച്ചതാണ് നാം. അത് യേശു ക്രിസ്തുവിൽ ജനിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അമ്മയുടെ ഉദരത്തിൽ ജനിച്ചപ്പോഴുണ്ടായത്, പാപത്താൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. എന്നാൽ യേശു ക്രിസ്തുവിൽ നമ്മൾ വന്നപ്പോൾ നമ്മുടെ ജനനം ഒരു പുതിയതാണ്. നമ്മുടെ വിത്ത്, അവൻ്റെ വിത്ത് നമ്മിൽ വസിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതായത് നാം ദൈവവചനത്താൽ, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ഉൾനട്ടതുമായ ദൈവവചനത്താൽ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പത്രോസിൻ്റെ ലേഖനം പറയുന്നു. ഓ, വിത്ത് എത്ര ചെറുതാണെങ്കിലും ആ വിത്ത് മുളയ്ക്കും. ഇതുപോലെ ഒരു ദൈവവചനം എന്നിൽ ഇത്രയും മാറ്റം ഉണ്ടാക്കുമോ? തീർച്ചയായിട്ടും. ദൈവവചനം നമ്മുടെ നല്ല നിലത്ത് വീണതുകൊണ്ട് ആ വചനം 100 മേനി ഫലം നമുക്ക് തരും. നമ്മുടെ സ്വഭാവം മാറും, പെരുമാറ്റങ്ങൾ മാറും, ചിന്താഗതികൾ മാറും, വർത്തമാന ശൈലി മാറും, പ്രാർത്ഥനാ ജീവിതം മെച്ചമാകും. നമ്മുടെ അതോറിറ്റി, അധികാരം, നാം പറയുന്ന വാക്കുകളെല്ലാം വളരെ ദൃഢവും നിശ്ചയവും ബലവുമുള്ളതായിരിക്കും. പറയുന്ന വാക്കുകളിലെല്ലാം അർത്ഥമുണ്ടാകും. അർത്ഥപൂർണമായ വാക്കുകൾ നമ്മുടെ വായിലുണ്ടാകും. കാരണം നമ്മുടെ ജനനം അധികാരത്തിൻ്റെ ജനനമാണ്. വീണ്ടും ജനിച്ചവരാണ് നാം. ഇതാ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായി യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് ഒരു കാലത്ത് ബന്ധമില്ലായിരുന്നു, കൂട്ടായ്മയില്ലായിരുന്നു. നമുക്ക് സമാധാനവും ഉള്ളവരുമായിട്ട് മാത്രമേ നാം ഭക്ഷണത്തിനിരിക്കാറുള്ളൂ, നാം ബന്ധങ്ങൾ സ്ഥാപിക്കാറുള്ളൂ. സമാധാനം. ഇപ്പം ദൈവത്തോട് സമാധാനം എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊരു നിരപ്പ്, ദൈവത്തോടൊരു ബന്ധം, ദൈവത്തോടൊരു ഐക്യത. ഇതെല്ലാം ഉണ്ടായത് യേശുക്രിസ്തു മുഖാന്തിരമാണെന്ന് പ്രശംസിക്കാൻ ഒന്നുമില്ല. യേശുവിൻ്റെ കാൽവരിയിലെ ക്രൂശ് മരണം കൊണ്ട് നമുക്കുണ്ടായ ഏറ്റവും വലിയ ഭാഗ്യം ദൈവത്തോട് സമാധാനം. അതായത് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലാം. രണ്ടാമത്തെ കാര്യം, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ കഴിയില്ല. എന്നാൽ ദൈവം തന്ന വലിയ കൃപയിൽ നിന്നുകൊണ്ട്, ആ അധികാരത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാം. ഒരാളെ പിതാവേ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ആ വ്യക്തിയുടെ മേലുള്ളത് നമുക്കുള്ളതാണ്. ആ വ്യക്തിക്കുള്ളതെല്ലാം നമുക്കുള്ളതാണ്. മുടിയൻ പുത്രൻ അവിടെ വന്ന് പറയുന്നൊരു വാക്കുണ്ട് അപ്പനോട്, നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് കൂലിക്കാരിൽ ഒരാളാക്കിയാൽ മതി. എന്നാൽ ആ മകനെ കുറിച്ച് അപ്പൻ അതൊന്നും പറഞ്ഞില്ല. ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ചു, മോതിരം, വസ്ത്രം, ചെരുപ്പ്, തടുപ്പിച്ച കാളക്കുട്ടി, ആഘോഷം. എന്താണ്? നാം നമ്മെ തന്നെ ദൈവത്തോട്, കർത്താവേ നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞാൽ കർത്താവ് വിടില്ല. കാരണം നമ്മുടെ ജനനം കൊണ്ട് നാം ദൈവത്തിൻ്റെതാണ്. അപ്പൻ്റെ അതേ ക്വാളിറ്റി മക്കൾക്കുണ്ട്, രാജാക്കന്മാരും പുരോഹിതന്മാരും. ഈ ഒരു വെളിപ്പാട് നമ്മുടെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രെയർ ലൈഫ് മാറും, നമ്മുടെ ഫെയ്ത്ത് ലൈഫ് മാറും, നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതികൾ തന്നെ അടിമുടി മാറാനായിട്ടിടയാകും. ദൈവത്തിൽ അടിയുറച്ച് നമുക്ക് ആശ്രയിക്കാം. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നമുക്ക് ശക്തിപ്പെടാൻ യേശു കർത്താവ് അളവറ്റ കൃപകൾ നമുക്ക് നൽകി തരട്ടെ. ഇതാ നമ്മൾ വായിക്കുന്നു, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം, യേശുക്രിസ്തു മൂലം വിശ്വാസത്താൽ
പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഈ കൃപയിലേക്ക് നമുക്കൊരു പ്രവേശനം കിട്ടാൻ, ഒരു സൗജന്യ പ്രവേശനം കിട്ടാൻ ഒരുവൻ വളരെ വളരെ വില മുടക്കി എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, ഇന്ന് നാം നിൽക്കുന്ന കൃപ എന്താണെന്ന് നിൽക്കുന്നവരത് അറിയണം. കൃപയിൽ നിൽക്കുന്ന എത്ര പേരുണ്ട്? വിശ്വാസത്തിൽ തന്നെയാണോ? എങ്കിൽ ആ കൃപ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസത്താൽ കിട്ടിയ പ്രവേശനമാണ്. അതാണ് നാം വായിക്കുന്നത്. നാം ദൈവത്തിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ദൈവം നമുക്ക് തന്ന കൃപ, അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം തന്ന ഈ ദാനം നാം സന്തോഷത്തോടെ ആസ്വദിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. വിശ്വാസത്താൽ സ്വർഗീയമായത് എന്ത് പ്രാപിക്കാനും കഴിവ് പറ്റില്ല, പണം കൊണ്ട് നടക്കില്ല. നാം നേടുന്ന ഈ ഭൂമിയിലെ മുഴുവനും പൊന്നും വെള്ളിയും കൊടുത്താലും നാം ഇന്ന് നിൽക്കുന്ന കൃപയിലേക്ക് പ്രവേശനമില്ല. പകരം കൃപയിലേക്ക് പ്രവേശിക്കാൻ യേശുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ചിരിക്കണം. അത്ര വലിയ പ്രാധാന്യമാണ് ഈ വലിയ കൃപയ്ക്കുള്ളത്. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിൻ്റെ അമിത ബലത്തിലേക്ക് നമുക്ക് കയറി വരാം. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ, വലിയ ഉയർച്ചകൾ, വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ കൃപയുടെ നദി ഒഴുകട്ടെ. വലിയ ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണമാക്കി ഞങ്ങളെ തീർക്കണം. ഓരോ പ്രാർത്ഥനയിലും വലിയ ദൈവപ്രവർത്തികൾ എല്ലാവരും കാണട്ടെ. അന്ത്യകാല ഉണർവിനായി ഓരോ വ്യക്തികളെയും സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൽ ബലപ്പെടാം. ഈ ആഴ്ച അനുഗ്രഹിച്ച ദൈവം നമുക്കിനി തരാൻ പോകുന്ന അടുത്ത ആഴ്ച ഇതിനേക്കാൾ മേത്തരമായി അനുഗ്രഹിക്കാൻ വിശ്വസ്തനാണ്. പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു.